ഹലോ ഹായ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ അപ്ലോഡ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നമ്മൾ ലോങ് വീഡിയോ രണ്ടാമത്തോ മൂന്നാമത്തേട്ടാണല്ലോ അല്ലേ ലോങ് വീഡിയോ. എല്ലാവരും ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടിന് ഞാൻ കൂടുതൽ ഉണ്ടാക്കൽ അജ്മീൻ്റെ പുട്ടും പൊടിയാണ് കൂടുതലും വീട്ടിൽ വാങ്ങാറ്. അജ്മീൻ്റെ പുട്ടും പൊടി പറഞ്ഞാൽ അത്യാവശ്യം വെള്ളം പറഞ്ഞാൽ അത്യാവശ്യം കുറേ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പിന്നെ അതിന് ഒരു മയോ ഒരു രസമായിട്ടാണ് എനിക്ക് തോന്നൽ കേട്ടോ. ഇതിൽ നല്ല പൊടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിതാണ് സ്ഥിരമായിട്ട് വാങ്ങൽ കേട്ടോ. അപ്പോഴൊക്കെ നമ്മൾ പിന്നെ പുട്ടിന് കൂട്ടാൻ കുറച്ച് കടലക്കറിക്ക് വേണ്ടിയിട്ട് നമ്മളിതാക്കണ കടലക്കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് നേരം അവിടെ വെച്ചതിന് ശേഷം ഇതാക്കണം ഇത് നല്ലോണം പൊടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു കട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചാൽ മതി, കൂടുതൽ നേരം ഒന്നും വെക്കണ്ട കേട്ടോ. അപ്പോൾ പിന്നെ വെച്ചാൽ നമ്മൾ വെള്ളം പാരുമ്പോൾ അതിലൊക്കെ കുറച്ച് ഉപ്പിട്ട് ഇളം ചൂടുള്ള വെള്ളം ഉണ്ടാകുകയല്ല, ആ ഒരു വെള്ളമാണ് അതിലൊക്കെ ഉപ്പ് ഇട്ടതിന് ശേഷമായിട്ട് അതിൽ പാരുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടി നമുക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് ചിരണ്ടണം കേട്ടോ. അപ്പോൾ ഇതാക്കണം ഒരു മുറി തേങ്ങ കൊണ്ടുവന്നിട്ട് ഞാൻ സാധാരണ എന്ന് പറഞ്ഞാൽ രാത്രി തേങ്ങ ആയാലും കാര്യങ്ങളൊക്കെ ഞാൻ ചിരണ്ടി വെക്കുക ചെയ്യും. അങ്ങനെ ആകുമ്പോൾ രാവിലെ സിമ്പിളായിട്ട് പെട്ടെന്ന് അങ്ങനെ എനിക്ക് രാവിലെ ആയി തേങ്ങ ചിരണ്ടുന്ന പരിപാടി ഉണ്ടാവില്ല. കാരണം വെച്ചാൽ രാത്രി തേങ്ങ ചിരണ്ടുക വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അങ്ങനത്തെ ഒക്കെ ഇതാക്കിയൊക്കെ ഞാൻ രാത്രിയാണ്. എന്നാൽ പിന്നെ രാവിലെ ഭാരമുള്ള പണികളൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഒരു ഉച്ച ആകുമ്പോൾ നമ്മളെ പണി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനത്തെ ഒക്കെ ചെയ്തൊക്കെ ഉണ്ട്. അപ്പോൾ ചില ദിവസം അങ്ങനെ ഇല്ലാണ്ടായി പോണ ദിവസം മാത്രമേ ഞാൻ ചിരണ്ടാറുള്ളൂ കേട്ടോ. അങ്ങനെ തേങ്ങ ഒക്കെ ചിരണ്ടി ചുട്ടിട്ടോ. അങ്ങനെ പിന്നെ ഓരോ പണിയിൽ അതിൻ്റെ ഇടയിൽ കടല കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. കടലയും കാര്യങ്ങളും കറിയൊക്കെ അവിടെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഇതാക്കണം പെട്ടിനുള്ള ഇതും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പിന്നെ പെട്ടിന് ആവശ്യമുള്ള ഇത് കുറച്ച് നമുക്ക് ഇതിലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ തേങ്ങ കുറവാണ് ഇവിടെ. അടുത്ത വീട്ടിൽ പോയിട്ട് തേങ്ങ വാങ്ങിക്കൊണ്ടുവന്നത് കേട്ടോ. കാരണം ഇവിടെ തേങ്ങ അങ്ങനെയല്ല. പിന്നെ തേങ്ങ റേറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും തരാനും ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ചോദിക്കാനും ഒന്നൊക്കെ വാങ്ങാമെന്നല്ലാതെ കൂടുതലൊന്നും വാങ്ങാനും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ കൂടുതലൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ന് മക്കളെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് ഒരു ബൈക്കറ്റം പോകാനുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസൊക്കെ കൊണ്ടുവരാനും അതുപോലെ ഇതാക്കാനൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പായിട്ട് ചെറിയ വീഡിയോസ് ഇട്ട് നോക്കുകയാണ്. നമ്മൾ പഠിച്ച് വരുന്നേ ഉള്ളൂ. വീഡിയോസ് അപ്ലോഡ് ചെയ്യലും ഇടുന്നൊക്കെ നമ്മൾ ഓരോന്ന് കണ്ടല്ലേ പഠിക്കല്. അങ്ങനെ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ പറ്റും. അങ്ങനെയല്ല, നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്, പേവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം പോരായ്മകളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചിട്ട് എന്താണോ ആൾക്കാർ എന്താണോ ശരി എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെ നിൽക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മിറ്റടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് നിറച്ച് മണ്ണും അതേമാതിരി മഴ ഇതാ നല്ല ചളി ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ. അപ്പം എന്തെങ്കിലും പഴക്കമുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് മുറ്റത്തൊക്കെ ഇറങ്ങുക. കാരണം അങ്ങനെയും ചളിയാണ് ഇവിടുത്തെ മുറ്റം. ചളി പറഞ്ഞാൽ ഒരു ജാതി സൈസ് നമ്മളെ കിണറിലൊക്കെ ഉണ്ടാകുന്ന ഒരു സൈസ്. അത് ഇവിടെ ലോറി വണ്ടോന്ന് ഇറക്കിയതായിരുന്നു കേട്ടോ. എന്നാലും കുറേയൊക്കെ മണ്ണിപ്പോൾ ഉറച്ച് നിൽക്കുന്നു കേട്ടോ ഇവിടെ. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ കൂടുതലും എൻ്റെ വീഡിയോയിലുണ്ടാവും മിറ്റടിക്കാനാട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഡയലി എന്ന് പറഞ്ഞാൽ ഒരുപാട് മിറ്റടിക്കാൻ ഒരുപാട് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു വീട്ടിൽ പണികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പാത്രം മോറുക, ചോറുണ്ടാക്കുക, കറി ഉണ്ടാക്കുക, അതിനേക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചെടികളെ കൂടെയും പച്ചക്കറികളെ കൂടെയും അതുപോലെ മുറ്റവും കുപ്പയൊക്കെ നന്നാക്കി വൃത്തിയാക്കി വേറുണ്ടാക്കുക, വെൽക്കടി അങ്ങനത്തെ പണികൾ ഉണ്ടാകുമല്ലോ, തുടക്കുക, അങ്ങനത്തെ ഒക്കെ എനിക്ക് ഇഷ്ടമാട്ടോ. ഈ അടുപ്പിൻ്റെ അടുത്തുള്ള പണികളും പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അടുപ്പിൻ്റെ അടുത്തുള്ള പരിപാടികളും അതുപോലെ പാത്രം മോറുന്ന പരിപാടികളും കണ്ടുകൂടെ കേട്ടോ. പിന്നെ ഇതാക്കണം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഏതാനും വൈൻഡപ്പ് അല്ല ഈയാണ് ഞാനൊരു അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ട് അപ്ലോഡ് ചെയ്യണമല്ലോ എന്നുള്ള ഭാവത്തിൽ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം എന്തായാലും നമുക്ക് നമ്മളേതായ പോരായ്മകളും പഠിച്ചു വരണം. അപ്പോൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ആക്കേണ്ടതെന്നൊക്കെ ഉള്ള ഓരോ വീഡിയോസുകളൊക്കെ ആയിട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ പോരായ്മകളിൽ ക്ഷമിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ അറിയിക്കുക. അങ്ങനെ ആകുമ്പോൾ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നമുക്ക് വീഡിയോ എടുക്കാനും കാര്യങ്ങൾ. നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരൊക്കെ അറിയുന്ന കാര്യങ്ങൾ നമ്മളറിയാനും ഒക്കെ ഉണ്ടാവും. അതുപോലെ നമുക്കുള്ള അറിവിനനുസരിച്ചുള്ള കുഞ്ഞു വീഡിയോസുമായിട്ട് ഇനി വരുന്നുണ്ട്. ആ വീഡിയോ വരും വരെ ബായ്. ഇന്നത്തെ ഒരു വീഡിയോ വരെ കാണാൻ വരെ ബൈ.